ഓം നമശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 23-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 17-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:16 അസ്തമയം വൈകുന്നേരം 6:23 നാളത്തെ തിഥി പഞ്ചമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:35 അവസാനിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:31 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചോതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചോതി നക്ഷത്രം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. അപ്പോൾ ചോതി നക്ഷത്രത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:35 മുതൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:31 വരെയുള്ള സമയമാണ്. ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായൊരു ദിവസമാണ്. തിഥി പഞ്ചമി തിഥിയാണ്. ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനുമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നാളത്തെ ദിവസം നല്ല ഒരു ശുഭദിനമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച ദിവസമാണെങ്കിൽ പോലും നാളത്തെ ദിവസം ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഞായറാഴ്ച ദിവസം ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ദിവസമാണല്ലോ. അപ്പോൾ നാളെ പഞ്ചമി തിഥി വന്നു ചേർന്നു. അതുപോലെ തന്നെ ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രം വന്നു ചേരുന്നു. അതുപോലെ തന്നെ ആ നക്ഷത്രം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:31 വരെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നാളത്തെ ദിവസം വളരെ അനുയോജ്യമായ നല്ല ഒരു ദിവസമാണ്, ശുഭദിനമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശുഭഗ്രഹത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ പോലും, അതുപോലെ തന്നെ ഒരു പാപഗ്രഹത്തിൻ്റെ ദിവസമാണെങ്കിൽ പോലും ശുഭഗ്രഹത്തിൻ്റെ ദിവസം പോലെ തന്നെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം, നാളെ ചോതി നക്ഷത്രമാണല്ലോ, ഉദയാൽപരം നക്ഷത്രം. ചോതി നക്ഷത്രപ്രകാരമുള്ള സർവൈശ്വര്യ പൂജ നാളെ രാവിലെ ഉണ്ടായിരിക്കും. ചോതി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ അത് പറഞ്ഞിരുന്നു, എങ്കിലും വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. കഴിഞ്ഞ അധ്യായം ചിത്തിര ചോതി എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ അധ്യായം ചോതി മാത്രമായത് നാളെ ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3:31 വരെ ചോതി നക്ഷത്രം ഉള്ളതുകൊണ്ടാണ്. അടുത്ത ദിവസം ചോതി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വിശാഖം നക്ഷത്രത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ നക്ഷത്രം ഈ ഉച്ച കൊണ്ട് അവസാനിക്കുകയും മറ്റൊരു നക്ഷത്രം ഉച്ച കൊണ്ട് ആരംഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അസ്തമിക്കുകയോ ഉദിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നു ചേരുന്നതെന്നുള്ള പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നാളെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:31 വരെ ചോതി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞു തരാം. ചോതി നക്ഷത്രപ്രകാരം അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളെ ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3:31 വരെയുള്ള ചോതി നക്ഷത്രപ്രകാരമുള്ള സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് രോഹിണി, ആയില്യം, അത്തം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും മനസ്സിലാക്കുക. രോഹിണി, ആയില്യം, അത്തം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3:31 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്ന് ജ്യോതിഷം പറയുന്നു. വളരെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും മനസ്സിലാക്കണം, പ്രതികൂലമായ അനുഭവങ്ങൾ എന്നെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചിന്ത വേണം. അതുപോലെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കാരണം ഒരു പ്രശ്നത്തിൽ ചാടിക്കഴിഞ്ഞാൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സ് വേദനിക്കുന്നൊരു കാര്യമായി മാറും, ധനം നഷ്ടപ്പെടുന്നൊരു കാര്യമായി മാറും, മറ്റുള്ളവരുടെ നിന്ദയ്ക്കും പരിഹാസത്തിനും കാരണമായി തീരും. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി നാളത്തെ ദിവസത്തെ കാണുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി നാളെ ഞായറാഴ്ച ദിവസം നല്ലൊരു ദിവസമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. അപ്പോൾ ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകിച്ച് ശുഭസമയം എടുത്തു പറഞ്ഞു തരാം.
ഞായറാഴ്ച രാവിലെ 6:16 മുതൽ 9:16 വരെ ശുഭസമയമാണ്. പിന്നീട് 10:46 മുതൽ ഉച്ചകഴിഞ്ഞ് 3:16 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ജീവിത പുരോഗതി ഉണ്ടാകും. അതിന് മാറ്റമില്ലാത്തൊരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 8 ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനാണ് സാധ്യത. അതുകൊണ്ട് നാളത്തെ ദിവസം കടും നീല, കടും പച്ച, മഞ്ഞ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങൾ പേരിലുള്ളവർക്കാണ്. അവർ നാളത്തെ ദിവസം കടുനീല, കടുംപച്ച, മഞ്ഞ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടെ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി വരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞായിരുന്നു 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ലൈവായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എന്നെ ഒരു മഹാദേവ സ്പിരിച്വൽ എംപവർ ഗ്രൂപ്പിലുള്ള ഒരു ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആൾ എന്നെ വിളിച്ചു പറഞ്ഞു 10,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പോൾ 10,000-ൽ 19 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1.5 വർഷം കൊണ്ട് 10,000-ൽ 19 സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടി. വളരെ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. ഈ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഞാനത് ലൈവായിട്ട് വീഡിയോ ചെയ്യുവാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ലൈവായിട്ട് തന്നെ ഞാൻ വരും. ലൈവായിട്ട് വരുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് എന്നെ കാണാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇനി പ്രിയപ്പെട്ടവർക്കും പലരും അവിശ്വാസത്തോടു കൂടി ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണുകയും എൻ്റെ സംസാരമൊക്കെ നേരിട്ട് കേൾക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ലൈവായിട്ട് വരാം. മഹാദേവൻ്റെ അനുഗ്രഹം എന്നോട് കൂടെയുണ്ട്. മഹാദേവൻ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും ഈ വ്യൂവേഴ്സിനെയും കിട്ടി, സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടുന്നത്. എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ മഹാദേവനാണ് എനിക്ക് തരുന്നത്. എല്ലാം അനുകൂലമാക്കി തരുന്നു, ആരോഗ്യം തരുന്നു, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി തരുന്നു. അപ്പോൾ മനസ്സിന് ദേഷ്യമോ കോപമോ ഒന്നും ഉണ്ടായാൽ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശാന്തമായൊരു സ്വഭാവത്തെ, ശാന്തമായൊരു മനസ്സിനെ എനിക്ക് മഹാദേവൻ തരുന്നു. അതുകൊണ്ടൊക്കെയാണ് എനിക്കിങ്ങനെ വീഡിയോ ചെയ്തു പോകാൻ കഴിയുന്നത്. അത് മഹാദേവൻ്റെ ഒരു അനുഗ്രഹമാണ്. മഹാദേവന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മഹാദേവൻ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ പ്രാർത്ഥനയും പൂജയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാൻ ഈ ജ്യോതിഷത്തിലേക്ക് വന്ന് ഒരുപാട് പേർക്ക് നന്മയുണ്ടായിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ, എനിക്ക് വലിയ പേരും പ്രശസ്തിയും ഒന്നുമില്ലെങ്കിൽ പോലും എത്രയോ കുടുംബങ്ങൾ സന്തോഷത്തിൽ ആയിട്ടുണ്ട്. എൻ്റെ വാക്ക് കേട്ട്, ഞാൻ ജ്യോതിഷത്തിൽ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ട്, അല്ല പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ അവർ തകർച്ചയിൽ നിന്ന് കരകയറി, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കിട്ടി, മക്കളില്ലാതെ ഭാരപ്പെട്ടവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, തൊഴിലില്ലാതെ ഭാരപ്പെട്ട തൊഴിൽ കിട്ടി, വിവാഹം നടന്നു. ചൊവ്വാദോഷം എന്ന് പറയുന്നവരുടെ ചൊവ്വാദോഷത്തിന് 25 ഒഴിവുകളുണ്ട്. പലരും അതൊന്നും നോക്കാതെയാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒഴിവുകളൊക്കെ നോക്കി അവർക്ക് നല്ലൊരു വിവാഹം ചെയ്യാൻ സാഹചര്യം ഒരുക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മഹാദേവൻ എന്നിൽ കൂടി ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ചു പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പൂജ ചെയ്തിട്ടും സാധിക്കാതെ പോയിട്ടുമുണ്ട്. അത് ഞാൻ അവർക്ക് വേണ്ടി എന്താണോ മഹാദേവൻ അവരുടെ കാര്യം അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. കുറേ പേർക്കൊക്കെ ഞാൻ പൂജ ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊന്നും തീരുമാനമാകാത്തതുമുണ്ട്. അത് ഞാൻ മഹാദേവൻ്റെ സന്നിധിയിൽ അത് എപ്പോഴും ചോദിക്കും, എന്താണ് മഹാദേവ അവർക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്തിട്ട് മഹാദേവൻ പ്രസാദിക്കാത്ത എന്താണ്, പ്രവർത്തിക്കാത്ത എന്താണെന്ന്. ഒരു 80% 90% ആൾക്കാർക്കും മഹാദേവൻ പ്രവർത്തിക്കുമ്പോൾ, അല്ലെ മഹാദേവൻ്റെ പ്രസാദം ഉണ്ടാകുമ്പോൾ, ഒരു 10% ആൾക്കാർക്ക് മഹാദേവൻ അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അവർക്ക് വേണ്ടി പൂജ ചെയ്തിട്ടും മഹാദേവൻ പ്രവർത്തിക്കുന്നില്ല, പ്രസാദിക്കുന്നില്ല. അവരുടെ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ പ്രകൃതിയിൽ അങ്ങനെ ഉണ്ടാകും.
എപ്പോഴും ഉണ്ടാകും. അത് മഹാദേവൻ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും എന്നുള്ള കാര്യമാണ് എനിക്കും പറയാനുള്ളത്. മഹാദേവൻ്റെ സന്നിധിയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. 90% പേരുടെ കാര്യങ്ങളും ഒക്കെയാണ്. ചില നക്ഷത്രങ്ങളിലുള്ളവർക്ക് മാത്രമാണ് മഹാദേവൻ കൃത്യമായിട്ട് അങ്ങോട്ട് പ്രസാദിക്കാത്തത്, പ്രവർത്തിക്കാത്തത്. അപ്പോൾ അത് എല്ലാവരുടെയും 100% ഞാൻ ഒരിക്കലും പറയത്തില്ല. ഈ പൂജ ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചിലരുടെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് മഹാദേവൻ പ്രവർത്തിച്ചാൽ ചിലരുടെ വിഷയങ്ങളിൽ മഹാദേവൻ പ്രസാദിക്കത്തില്ല. അതെന്താണെന്നും എനിക്കും അറിയത്തില്ല. ഞാൻ മഹാദേവനോട് ചോദിക്കും, അതിൻ്റെ ഉത്തരം എനിക്ക് മഹാദേവൻ തന്നിട്ടുമില്ല. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപക്ഷെ കാര്യസാധ്യത്തിന് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തോ റോങ് സൈഡ് എൻ്റെ ദൃഷ്ടിക്ക് അല്ലെ എൻ്റെ ചിന്താഗതി കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ കാണാത്തതായിട്ടുള്ള റോങ് സൈഡൊക്കെ അവരുടെ ഭാഗത്തുണ്ടായിരിക്കാം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയും ഉണ്ട് എൻ്റെ അനുഭവത്തിൽ എന്നും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ കേൾക്കുന്ന ഒരുപാട് പേർക്കാണെങ്കിലും ലോട്ടറി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെന്നെയും കണ്ടിട്ടില്ല. ഈ ശബ്ദം കൊണ്ട് മാത്രം അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനലിനോട് കൂടി എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നമ്മളിനി ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ്. നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. അറിവ് എപ്പോഴും നമ്മളെ നന്മയിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അറിവുകൾ ലഭിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. സാങ്കേതികപരമായ അറിവുകൾ, ശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള അറിവുകൾ, ഔഷധത്തെക്കുറിച്ചുള്ള അറിവുകൾ, ഈ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവുകൾ, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറണം, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവുകൾ നേടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ അറിവുകളൊക്കെ നേടിയാലും മനുഷ്യൻ അറിവില്ലാത്തവരെ പോലെ ഹൃദയശൂന്യരായി ചില സമയത്തൊക്കെ പ്രവർത്തിക്കും. അത് ഞാൻ പറയുന്നത് അത് അവരുടെ കുഴപ്പമല്ല. ഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു ദോഷമായ അനുഭവമാണ്. ഗ്രഹങ്ങൾ ചാരവശാൽ കറങ്ങി വരുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, അവർക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ അവരെ സ്വാധീനിക്കുന്നു. അതാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളൊരു ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ദുർഗന്ധം നമ്മളെയും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാറ്റുകൊണ്ട് ചിലപ്പോൾ അതിലൂടെ കടന്നു പോകുന്നവരെ അത് ബാധിച്ചേക്കാം. എന്നാൽ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറയുന്നത് പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കുന്ന അല്ല മുല്ലപ്പൂവിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ മുല്ലപ്പൂവിൻ്റെ സൗരഭ്യമായിരിക്കും നമുക്ക്. എന്ന് പറഞ്ഞ പോലെ ഗ്രഹങ്ങൾ ദോഷം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ ജാതകർക്കൊക്കെ ചിലപ്പോൾ മോശമായ ചിന്താഗതികൾ വരും. ഹൃദയശൂന്യരായിട്ട് പെരുമാറും. കോപം കൊണ്ട് അവർ പല കാര്യങ്ങളും തിന്മകളൊക്കെ പ്രവർത്തിക്കും. അതുപോലെ തന്നെ സമൂഹത്തിൽ നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തെന്നിരിക്കും. അതൊക്കെ ദോഷം വശാൽ ആണ് വന്നു ചേരുക. പക്ഷേ ആ കുട്ടി ജനിക്കുമ്പോൾ ആ മാതാപിതാക്കൾ ആ കുട്ടിയെ എത്രമധികം ഓമനിച്ചും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തി വലുതാക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഗ്രഹസ്ഥിതിയൊക്കെ ആ കുട്ടിക്ക് അനുകൂലമായിരിക്കാം. അത് വളർന്നു വലുതായും 35, 40, 50 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ഗ്രഹദോഷമുണ്ടാകുന്നത്. ആ സമയത്തായിരിക്കും അപ്പൻ മകനെ അടിച്ചു കൊല്ലുന്നു, മകൻ അപ്പനെ അടിച്ചു കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു. അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ഭവനങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മുടെ നാളെക്കുറിച്ച് അറിയുക. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായാൽ പോലും കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ജ്യോതിഷത്തിൽ കൂടി അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹം എങ്ങനെ നടക്കും, നല്ല ഭർത്താവിനെ കിട്ടുമോ, അതോ വിവാഹം താമസിക്കുമോ, ചെന്ന് കയറുന്ന വീട്ടുകാർ നല്ലവരാണോ, ഈ പെണ്ണിനോട് നല്ല രീതിയിൽ ഈ പെൺകുട്ടിയോട് നല്ല രീതിയിൽ സഹകരിക്കുമോ, ഭർത്താവിൻ്റെ അമ്മ നല്ല രീതിയിൽ സഹകരിക്കുമോ, അച്ഛൻ സഹകരിക്കുമോ, ബന്ധുക്കാരൊക്കെ സഹകരിക്കുമോ, തിക്താനുഭവങ്ങൾ ഉണ്ടാകുമോ, കുറേ നാൾ കഴിയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അത് ഈ കുട്ടിയുടെ ദോഷം കൊണ്ടാണോ, അങ്ങനെയല്ലോ എല്ലാ കാര്യങ്ങളും ഈ ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഒരു ജീവിതത്തെക്കുറിച്ച്, ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ സമയത്ത് കടബാധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, ശത്രുക്കൾ മിത്രങ്ങളായിട്ടുള്ളവർ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം എപ്പോഴാണ്. അതുപോലെ തന്നെ എല്ലാവരും സ്ഥാനക്കയറ്റം മാത്രമാണ്, പ്രമോഷൻ എപ്പോൾ കിട്ടുമെന്നാണ് പലരും ചോദിക്കും. പക്ഷേങ്കിൽ ആ ജോലി സ്ഥലത്ത് എപ്പോൾ വല്ല പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ, എൻ്റെ ജോലി സ്ഥിരത അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ആരും തിരക്കത്തില്ല. സ്ഥാനക്കയറ്റം ഉണ്ടാവുകയോ ഇല്ലെന്നുള്ളത് നോക്കാൻ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ജ്യോതിഷത്തിൽ കൂടി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ശാസ്ത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക.
അപ്പോൾ നമുക്ക് നാളത്തെ നക്ഷത്രഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. നക്ഷത്രഫലം നാളെ പറയുന്നത് ചന്ദ്രനെ വെച്ചാണ് പറയുന്നത്. ചിങ്ങമാസത്തിലെ ആദ്യത്തെ 15 ദിവസം സൂര്യനാണ് ബലം, പിന്നീടുള്ള 15 ദിവസം ചന്ദ്രനാണ് ബലമുള്ളത്. അപ്പോൾ ചന്ദ്രൻ ഇപ്പോൾ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു. തുലാൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് തൊഴിൽ ഗുണത്തെ കൊടുക്കും, ദാമ്പത്യ ജീവിത വിജയം കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ധനപരമായ നേട്ടം കൊടുക്കും, അതുപോലെ തന്നെ മാതൃസുഖം കൊടുക്കും, മാതാവിൻ്റെ സ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അമ്മാവന്മാരെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരും, മാതൃഭവനത്തെക്കുറിച്ചുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ, തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഇവർക്ക് പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും എല്ലാം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസം കൂടിയാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളെ എല്ലാ കാര്യങ്ങളും നല്ല ഫലം തന്നെ, നല്ല അനുഭവം തന്നെ മേടക്കുറുകാർക്ക് പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. പ്രത്യേകിച്ച് അവരുടെ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ കുജൻ 3ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. 3ാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ ഈ നാളുകാർക്ക് നല്ല അനുഭവത്തെയും കൊടുക്കുന്നൊരു സമയമാണ്. ഒക്ടോബർ മാസം 20-ാം തീയതി വരെ നല്ല അനുഭവത്തെയും കൊടുക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വ്യാഴം തുടർച്ചയായിട്ട് ഇനി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, തനിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ വ്യാഴവും നല്ല ഫലത്തെ, തൊഴിൽ മുഖേനയുള്ള നല്ല അനുഭവങ്ങളെ ഈ നാളുകാർക്ക് കൊടുക്കും എന്നുള്ളതും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 6ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ഈ നാളുകാരെ സംബന്ധിച്ചോളം രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. എന്നാൽ ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് ഇവർക്ക് നാളത്തെ ദിവസം അങ്ങനെ വലിയ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊന്നും കാര്യമായിട്ട് വന്നു ചേരുന്നൊരു ദിവസമല്ല. അതുപോലെ തന്നെ മാതൃസുഖവും ഇവർക്ക് കാര്യമായിട്ട് ഉണ്ടാകുന്നൊരു ദിവസമല്ല. തൊഴിൽ ഗുണവും വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നൊരു ദിവസമല്ല. ധനപരമായ നേട്ടം ഇവർക്കുണ്ടാകത്തില്ല. ഭാഗ്യക്കേടുകളും അനുഭവത്തിൽ നിൽക്കുന്നൊരു സമയമാണ്, മോശമായ സമയമാണ്. കാരണം 2-ൽ ചൊവ്വയാണ് നിൽക്കുന്നത്. 2-ൽ ചൊവ്വ നിന്നാൽ ഭാഗ്യക്കേടാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ കുടുംബപരമായുള്ള സുഖക്കുറവ് അനുഭവത്തിൽ വരും. ധനപരമായുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കും. ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. അങ്ങനെ പ്രതികൂലമായ ഒട്ടേറെ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ഈ നാളുകാരെ തേടി വരുവാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ഓരോന്നിനെയും എടുത്തു പറയേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളാണ് ഏറെക്കുറെ വന്നു ചേരാൻ സാധ്യതയുള്ളൂ. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതിൻ്റേതായ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. എന്തായാലും തൊഴിൽ ഗുണം അവർക്ക് ലഭിക്കുന്നൊരു സമയമാണിപ്പോൾ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 5ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് കാര്യവിജയം ഉണ്ടാക്കി കൊടുക്കുന്ന ദിവസമാണ്. മാതൃഗുണം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങളെ അവർക്ക് കൊടുക്കും. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് നിലനിൽക്കുന്ന സമയമാണ്. തൊഴിൽപരമായുള്ള പരാജയം നിലനിൽക്കുന്ന സമയമാണ്. വ്യാഴം 12-ൽ നിൽക്കുന്നു എങ്കിലും ചന്ദ്രൻ ബലവാനായിട്ട് 5ാം ഭാവത്തിൽ ത്രികോണ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ബലവാനായ ചന്ദ്രൻ ത്രികോണത്തിൽ നിന്നാൽ ഒരു ശുഭഗ്രഹം ചെയ്യുന്നത് പോലെയുള്ള നല്ല ഫലങ്ങൾ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അപ്രകാരം നാളത്തെ ദിവസം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖം, ധനപരമായ നേട്ടം, മാതൃഗുണം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യകരമായ അനുഭവങ്ങളും അവർക്ക് ധനപരമായ നേട്ടം ഉൾപ്പെടെ എല്ലാം വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂർണ്ണ ബലവാനായ ചന്ദ്രൻ നല്ല അനുഭവങ്ങളെ തന്നെ നാളെ ഈ നാളുകാർക്ക് കൊടുക്കും എന്നുള്ളത് വിശ്വസിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് 4ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളെ ഈ ജാതകർക്ക് കൊടുക്കുന്ന ദിവസമാണ്. മാതൃഗുണം, മാതാവിൻ്റെ സ്വത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള ധനസ്ഥിതി ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് ശത്രുതയിൽ കലാശിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവർക്ക് കാര്യമായില്ല. ധനനഷ്ടത്തിനുള്ള സാധ്യതകളാണ് ഇവർക്ക് നിൽക്കുന്നത്. അതും ഒരു പ്രശ്നമാണ്. ഇവർക്ക് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ധനനഷ്ടവും ഇവരെ ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. എങ്കിലും ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പലർക്കും കിട്ടുന്ന പണം അനാവശ്യമായിട്ട് ചെലവഴിച്ച് പോകുന്ന ഒരു സമയം കൂടിയാണ്. അത് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. ചിങ്ങമാസത്തിൽ 2ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതും നല്ലതല്ല. 2ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പലവിധമായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും, അവരുടെ ഭവനത്തിൽ, കുടുംബത്തിൽ ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്.
അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായുള്ള നേട്ടമുണ്ട്. അത് തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം അനാവശ്യമായിട്ട് ചിലവഴിച്ച് പോകാനും സാധ്യതയുള്ള ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ഇപ്പോൾ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം അനാവശ്യമായിട്ട് ചിലവഴിച്ച് പോകാനും സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവർക്ക് നേട്ടം, കാര്യവിജയം, ഇവരൊരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റുന്നൊരു സമയമാണ്. കാര്യവിജയം ഉണ്ടാവും, മാതൃഗുണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശാരീരികമായ സ്ഥിതി, ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 3ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 3ാം ഭാവത്തിൽ ബലമുള്ള ചന്ദ്രൻ നിന്നാൽ അവർക്ക് നാളത്തെ ദിവസം പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നൊരു സമയമാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ധനം വന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും കുടുംബത്തിലെ സ്ഥിതിക്ക് അത്ര സന്തോഷകരമായ അനുഭവത്തിൽ കൂടി പോകുന്ന ഒരു സമയമല്ല. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവുകൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരു 45 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇങ്ങനെ പ്രതിസന്ധികൾ കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. കാരണം ശനിയാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. ശനി എന്ന് പറയുന്ന ഗ്രഹം, ശനിയുടെ ദോഷങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയും, ശനി സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരെയാണ് സ്നേഹിക്കുന്നത്. ശനിക്കിഷ്ടം പ്രായമുള്ളവരെയാണ്. ഇപ്പോൾ നമ്മൾ ശനിയുടെ ദോഷം അകറ്റുവാൻ പ്രായമുള്ള മാതാപിതാക്കളെയൊക്കെ പ്രീതിപ്പെടുത്തിയാൽ മതി. അവർക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുക്കുക, നല്ല പോലെ ആഹാരം കൊടുക്കുക, എന്നിട്ട് അവരുടെ കൈ കൊണ്ട് ഒരു അനുഗ്രഹം മേടിക്കുക. അവർ തലയെ കൈവച്ച് അനുഗ്രഹിച്ചാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കിട്ടിയാൽ ശനിയുടെ ദോഷമില്ലാതാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രായമുള്ളവരെയാണ്. അപ്പോൾ ശനീശ്വരൻ ഒരു ജാതകൻ്റെ ജീവിതത്തിൽ ശനി അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് ഒരു നല്ല ശുക്രനോ വ്യാഴമോ ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു കൊട്ടാരത്തിൻ്റെ സമമായ ഒരു വീടൊന്നും ആയിരിക്കത്തില്ല. അത് പഴയ വീടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ശനി എപ്പോഴും പഴയതിനെ, പ്രായമുള്ളതിനെയൊക്കെയാണ് ശനി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 45 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ. അവർക്ക് ശനി അനിഷ്ടസ്ഥാന സ്ഥിതനായി വന്നാൽ അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ, ധനനഷ്ടങ്ങളൊക്കെ കൊടുക്കും. 45 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു തൊഴിൽപരമായുള്ള നേട്ടമൊക്കെയാണ് അവർക്ക് അനുകൂലമായി നിൽക്കുന്നത്. പക്ഷേ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ധനനഷ്ടവും അവരെ പിന്തുടരുന്നൊരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലർക്കൊക്കെ തൊഴിലിന് പോകാൻ പറ്റാത്ത, പ്രായമായവർക്കൊക്കെ തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും ശനി കൊടുക്കും. അത് ഒരു ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കലഹവും ഉണ്ടാകാം, അതുപോലെ തന്നെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളും വന്നു ചേരാം. അപ്പോൾ അവിടെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ എങ്കിലും നാളത്തെ ദിവസം 3-ൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നതോട് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും തൊഴിൽപരമായുള്ള നേട്ടവും പ്രസിദ്ധിയും അംഗീകാരവും ഒക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. ഇവരുടെ തൊഴിൽ മേഖലയിൽ കൂടിയുള്ള പ്രസിദ്ധിയും അംഗീകാരവും ഒക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ധനനേട്ടം, കുടുംബസുഖം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ധനപരമായുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ധനപരമായ നേട്ടം, ധനം അവർക്ക് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ധനം വന്നു ചേരാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. കാരണം അവരുടെ ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ഈ 2-ൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ കുടുംബത്തിലേക്ക്, അതായത് കന്നിക്കൂറിലേക്ക് ധനത്തെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, ധനം കൊടുക്കുന്നു, കുടുംബത്തിലേക്ക് ധനം കൊടുക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളെ കൊടുക്കുമ്പോൾ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ച് ധന നഷ്ടമുണ്ടാകുവാൻ അല്ലെങ്കിൽ കുടുംബസുഖത്തിന് കുറവ് വരുവാനൊക്കെ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള വിഷയങ്ങളാൽ ധനനഷ്ടമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ കുടുംബത്തിൻ്റെ സ്വസ്ഥക്കുറവോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് 7-ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് നിലവിലുള്ള ഒരു സമയമാണ്. അത് മുഖേന തൊഴിൽപരമായുള്ള പ്രതിസന്ധിയൊക്കെ, ഭാഗ്യാനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക, തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടാകുക, പല കാര്യങ്ങളിൽ ഇവർക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ഉള്ള നേട്ടമില്ല. അപ്പം മെയ് മാസം 1-ാം തീയതി വ്യാഴം ഇവരുടെ ഭാഗ്യഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയ് 1-ാം തീയതി മുതൽ കന്നിക്കൂറുകാർ അങ്ങ് ഉന്നതമായ എവറസ്റ്റ് കൊടുമുടിയുടെ അതുപോലെ തന്നെ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്നൊക്കെ വീഡിയോകളൊക്കെ ഇറങ്ങിയായിരുന്നു. പക്ഷെങ്കിൽ അത് ഞാൻ അന്നും പറഞ്ഞു, ഈ വ്യാഴം വരുന്നത് കൊണ്ടുള്ള നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ നേട്ടം ഉണ്ടാകണമെങ്കിൽ അവരുടെ അവരുടെ ജനിച്ച സമയത്ത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ രാജയോഗം ചെയ്ത് നിൽക്കുകയൊക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് അതുപോലെ നേട്ടം കിട്ടത്തുള്ളൂ. അവരുടെ കേന്ദ്രഭാവത്തിൽ ഇപ്പം ചിങ്ങക്കൂറുകാർക്ക് 10-ാം ഭാവത്തിൽ രാജയോഗം ചെയ്ത് നിൽക്കുകയാണ്.
10ാം ഭാവത്തിൽ എങ്ങനെയാണ് രാജയോഗം ചെയ്ത് നിൽക്കുന്നത്? വ്യാഴം ഇവരുടെ 5ാം ഭാവത്തിൻ്റെ ഒരു ത്രികോണ ഭാവത്തിൻ്റെ അധിപനാണ്. ചിങ്ങക്കൂറുകാരുടെ ത്രികോണ ഭാവത്തിൻ്റെ അധിപൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് രാജയോഗമാണ്. അത് അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയൊക്കെ ഉള്ളവർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് 9ൽ വന്നു ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരും. എന്നാൽ പൊതുവെ നോക്കുമ്പോൾ 7ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ ഇല്ല. അവർക്ക് അത്യധികം സന്തോഷിക്കാനുള്ള ഒന്നും ഇല്ല. ഭാഗ്യഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ജ്യോതിഷം പറയുന്ന സ്ത്രീകൾ ഭാഗ്യവതികളാണെന്ന് ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഗ്രഹനിലയുള്ള സ്ത്രീ ജാതകർ അവർ ഭാഗ്യവതികളാണെന്നാണ് പറയുന്നത്. അവർക്ക് ചൊവ്വാദോഷം എന്ന് പറയുന്ന ദോഷം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൊവ്വാദോഷത്തിന് മറ്റൊരു ഒഴിവാണ് ചൊവ്വയെ ശനി വീക്ഷിച്ചാലും ചൊവ്വാദോഷം ഒഴിവായി കിട്ടും. അങ്ങനെ 25ഓളം ഒഴിവുകളുണ്ട്. അപ്പം ഇങ്ങനെ നാളത്തെ ദിവസം ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ വീട്ടിലേക്ക് വരുന്ന ധനവും മറ്റ് സൗഭാഗ്യങ്ങളുമൊക്കെ ഈ ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ശത്രുതയിൽ കൂടി അതൊക്കെ ഇല്ലാതായി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് മുഖേന പ്രതിസന്ധികളുണ്ടാകാം. മാത്രമല്ല രാഹു തടസ്സം നിൽക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റാത്തൊരു സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ചന്ദ്രൻ ഇവരുടെ ലാഭഭാവത്തിൻ്റെ അധിപനാണ്. ഇവർക്ക് ലാഭം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്റ്റഡിയായിട്ട് ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം ചന്ദ്രൻ 15 ദിവസം ബലമുള്ളതാണെങ്കിൽ 15 ദിവസം ബലമില്ല. ഇങ്ങനെ ബലമുള്ള 15 ദിവസം ചന്ദ്രൻ പല രാശികളിലും മാറി മാറി പോകുമ്പോൾ ആ രാശി ഇവർക്ക് ചിലപ്പോൾ അനിഷ്ടസ്ഥാനമാകാം, ചിലപ്പോൾ ഇഷ്ടഭാവമാവും. അങ്ങനെ ഇഷ്ടഭാവത്തിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മാസത്തിൽ ഇവർക്ക് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടം വന്നു തരുന്നത് 4 5 ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് ചന്ദ്രൻ്റെ ഉയർച്ച താഴ്ചകൾ പോലെയുള്ള അനുഭവമായിരിക്കും കന്നിക്കൂറുകാർക്ക് എന്നുള്ളത് ജ്യോതിഷം പറയുന്നത്. ഇനി തുലാക്കൂറുകാരുടെ കാര്യം പറയാം. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് നാളത്തെ ദിവസം സുഖാനുഭവങ്ങളെയൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടം, അതുപോലെ തന്നെ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളെ അവർക്ക് കൊടുക്കും. അങ്ങനെ തൊഴിൽപരമായുള്ള നേട്ടം കൊടുക്കുമ്പോൾ അവിടെ ധനം വന്നു ചേരുന്നു. അതുപോലെ തന്നെ കുടുംബസുഖം, ധനപരമായ നേട്ടം, അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യകരമായ അനുഭവങ്ങളും അവരെ തേടി വരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ. അവരുടെ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ പോലും അവർക്ക് ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് തുലാക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. മറ്റുള്ള എല്ലാ ദോഷങ്ങളെയും, ശനിയുടെ ദോഷമാണെങ്കിലും അതുപോലെ തന്നെ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ദോഷമാണെങ്കിലും അതിനെയെല്ലാം പരിഹരിക്കുവാൻ തക്കവണ്ണം ബലമുള്ള ഒരു ചന്ദ്രനാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത്, അവരോടൊപ്പം അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. മാറി നിന്ന് ബലത്തെ തരികയല്ല, അവരുടെ കൂട്ടത്തിൽ, അവരുടെ ജന്മഭാവത്തിൽ, അവരുടെ കുടുംബത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കൊടുക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് യാതൊരുവിധ നേട്ടത്തെയും കൊടുക്കുകയില്ലെന്നാണ് പറയുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് അലസത, കാര്യപ്രാപ്തിക്കുറവ്, അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവ് ചതവുകൾ, അന്യദേശ വാസം, മാതൃക്ലേശം, വീട് വിട്ട് പോകണമെന്നുള്ള ഒരു ചിന്താഗതി കൊടുക്കുക, പല കാര്യങ്ങളിലും നഷ്ടസാധ്യതകളെ കൊടുക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ചന്ദ്രൻ ബലവാനായതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഇവർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായി രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും വന്നു ചേരത്തില്ല, അങ്ങനെ ധനനഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ശരീരത്തിൽ വലിയ രീതിയിലുള്ള മുറിവുകളോ ചതവുകളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ശരീരം ബലമുള്ളൊരവസ്ഥയിൽ കൂടെ നിൽക്കുന്നത് കൊണ്ട് ചന്ദ്രൻ ബലവാനാണെങ്കിൽ നമ്മുടെ ശരീരമെല്ലാം ബലമുള്ള ശരീരമാണ്. ചന്ദ്രന് ബലമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊന്നും ബലമില്ല. ആ സമയത്താണ് നമ്മൾ വീട്ടിൽ തറ തടച്ചുകൊണ്ടിരിക്കുന്ന സമയം, ചന്ദ്രൻ അഷ്ടമത്തിൽ അല്ലെങ്കിൽ ചന്ദ്രൻ ബലമില്ലാത്ത സമയമാണെങ്കിൽ തെന്നി അടിച്ച് വീണാൽ അപ്പോൾ തന്നെ നമ്മുടെ കയ്യോ കൊല പിടിക്കും. അതേസമയത്ത് ചന്ദ്രൻ ബലമുള്ള സമയത്താണെങ്കിൽ നമ്മൾ തറയിൽ തെന്നി വീണാൽ പോലും നമുക്കൊന്നും പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നാളത്തെ ദിവസം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അനുഭവമായിരിക്കും എല്ലാ കാര്യങ്ങളും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുള്ളൂ. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ബലമുള്ള ചന്ദ്രൻ 11ാം ഭാവത്തിൽ നിന്നാൽ അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അവരെ തേടി വരും, സൗഭാഗ്യങ്ങൾ അവരെ തേടി വരും. വ്യാപാരികളാണെങ്കിൽ വ്യാപാര വിജയമുണ്ടാകും, കുടുംബസുഖം, ധനപരമായ നേട്ടം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരുടെ 6ാം ഭാവത്തിലാണ്
ഈ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ വ്യാഴം നിന്നാൽ പോലും 11-ാം ഭാവത്തിൽ ബലമുള്ള ഒരു ശുഭഗ്രഹം പോലെ ചന്ദ്രൻ നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് നേട്ടങ്ങൾ തന്നെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും നേട്ടം വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനുക്കൂറുകാരുടെ 12-ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നു ചേരുന്നത് മൂലം ധനുക്കൂറുകാർക്ക് ഒരുപാട് പേർക്ക് പല വിധത്തിലുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ നാളത്തെ ദിവസം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിലേക്കാണ് ശനിയുടെ ദൃഷ്ടി വന്നു ചേരുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി രാജയോഗത്തെ കൊടുക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം ധനുക്കൂറുകാർക്ക് നല്ലൊരു അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 10-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ബലമുള്ള ചന്ദ്രൻ 10-ാം ഭാവത്തിൽ നിന്നാൽ അവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. തൊഴിൽഗുണം, ധനനേട്ടം, കുടുംബസുഖം, ദാമ്പത്യ വിജയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ബലമുള്ള ചന്ദ്രൻ അവരോടൊപ്പം നിന്ന് അവരെ എല്ലാ കാര്യങ്ങളിലും ധൈര്യം കൊടുത്തു, അവരുടെ പ്രവർത്തന മേഖലകളിൽ വിജയം കൊടുത്തു, തൊഴിൽ ഗുണം കൊടുത്തു അവരെ നടത്തുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്ന ചന്ദ്രൻ ഭാഗ്യാനുഭവത്താൽ അവർക്ക് ധാരാളം ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ധനപരമായ നേട്ടം, പ്രത്യേകിച്ച് അവരുടെ 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ത്രികോണ ഭാവത്തിൽ വന്ന് നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം നേട്ടമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. എല്ലാ കാര്യങ്ങളും കുടുംബസുഖം, ധനപരമായ നേട്ടം, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ വെച്ചുള്ള നേട്ടം, മാതൃഗുണം, മാതാവിനെ കൊണ്ടുള്ള ഗുണകരമായ അനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിന്നാൽ പലവിധമായ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ഏതൊരു ഗ്രഹവും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ച് കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് വലിയ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും ഇവർക്ക് കൊടുക്കത്തില്ല. എന്നാലും ഏറെക്കുറെ അവർക്ക് ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടവും ജനിച്ച സമയത്ത് ചന്ദ്രൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം തിക്താനുകളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നാളത്തെ ദിവസം പറയാം. നാളത്തെ ദിവസം കേരളത്തിൻ്റെ സ്ഥിതി ശാന്തമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം രാഷ്ട്രീയപരമായ കാര്യവിജയങ്ങളൊക്കെ ഭരണകൂടത്തിന് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.